അവരിടുമ്പോഴായിരിക്കും അമ്മാവൻ എടുക്കുന്നു. ആദ്യത്തെ ദിവസം കിട്ടത്തില്ലല്ലോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ, വന്നപ്പോഴേ മുറ്റം തൂത്തതാ. നമ്മൾ ഇന്നലെയും വൈകിട്ടും തൂത്തതാ. പക്ഷെ വാതുകളെല്ലാം ഭയങ്കര കരിയില്ല. മോനുകുട്ടൻ്റെ മുടി വെട്ടിക്കാനും, മുടി അങ്ങ് ഒത്തിരി കാട് പോലായി. മുടി വെട്ടിക്കാൻ പോയി അവർ രണ്ടുപേരുടെ. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുറത്ത് വേദന, നടുവിന് വേദന, ആകെപ്പാടെ വേദനകളായിരുന്നു. ഒട്ടും വയ്യായിരുന്നു. ഇന്ന് തലവേദന ഭയങ്കര വയ്യായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രൂ മേടിച്ചു. നമ്മൾ 3 പേർക്ക് കാപ്പി കുടിക്കുന്നത് കൊണ്ട് ബ്രൂവിനും നല്ല ചിലവാട്ടോ. പിന്നെ എനിക്ക് ലിറ്റിൽ ഹാർട്ട്സ്, എനിക്കിത് കഴിക്കണമെന്ന് തോന്നി. ഒരു പാക്കറ്റേ വാങ്ങിച്ചോളൂ. പിന്നെ റാഗി സേമിയയും ഒരു പാക്കറ്റ് പുട്ടുപൊടിയും മേടിച്ചു. പാലും വാങ്ങിച്ചു. അമ്മയുടെ അടുക്ക പോയി മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇത് കട്ട്ലറ്റാണ്. ഇത് കട്ട്ലറ്റ് മേടിച്ചത് നമ്മളിങ്ങോട്ട് വരുന്നിടത്ത് ഒരു ചപ്പാത്തി പത്തിരി കട തുടങ്ങി. കുറച്ച് നാളുകൊണ്ട് ഞാൻ വിചാരിക്കുവാണ് ചപ്പാത്തി വേണ്ട, പത്തിരി ഒന്ന് കഴിച്ചാൽ കൊള്ളാവുന്നേ. അപ്പം ഞാൻ അവിടെ കയറി. ഇത് 30 എണ്ണത്തിൻ്റെ പാക്കറ്റ്. 30, 20, 10 എത്ര വേണേൽ കിട്ടും. ഒരു പത്തിരിക്ക് 3 രൂപ. ഇതിപ്പോൾ 30 എണ്ണത്തിൻ്റെ കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് മേടിച്ചു. അപ്പോൾ അവിടെ കട്ട്ലേറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും 2-3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് ഫുള്ള് തലവേദനയായിരുന്നു. തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചു. രാവിലെ പുറത്ത് വേദനയ്ക്കും നടുവിന് വേദനയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടൊന്നും അങ്ങോട്ട് വിളിവ് വീണില്ല ഇതുവരെ. അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. അത്താഴത്തിന് എന്താണ്, ചോറിച്ചിരി ഇരിപ്പുണ്ട്, മീൻകറിയുണ്ട്, ചക്ക വേവിച്ചതൊക്കെ. പിന്നെ പത്തിരി മേടിച്ചപ്പം അതിൻ്റെ കൂടെ കറി വയ്ക്കാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ഇനി രാത്രി ചിക്കൻ വേണമെന്നെങ്ങാനും പറഞ്ഞാൽ 2-3 കഷ്ണം എടുത്ത് വറുത്ത് അവർക്ക് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ അതിന് 2-3 എണ്ണം ഉണ്ടാക്കി കൊടുക്കണം. വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, വേറെ ഒന്നും വെക്കുന്നില്ല. വരട്ടെ, ചോറ് മതിയെങ്കിൽ അത്രയും കാര്യം, ഒന്നും ചെയ്യണ്ടായിരുന്നു. കുളിച്ച് ജപിച്ചൊക്കെ വരാം. ഒരാൾ മുടിയൊക്കെ വെട്ടി വന്ന് കുളിച്ച് സിമ്പിളനാവുക. വരയൊന്നും ഇട്ടില്ല ഇന്ന്. തിരി കത്തിക്കേ. കുളിയൊക്കെ കഴിഞ്ഞ പ്രിയങ്ങളെ, ചിക്കൻ അങ്ങ് എടുക്കാം. അല്ലെ പിന്നെ രാവിലെ ആ ക്ഷീണം കൂടുതൽ. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാനതുകൊണ്ട് കുക്കറിനകത്ത് ജസ്റ്റ് ഒരു ആവി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. രാത്രി കഴിക്കാനല്ല, രാവിലത്തേക്കാ വാങ്ങിച്ചത്. അപ്പൊ രാത്രി വേണമെന്നുള്ളത് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കറി വെച്ചാൽ
രാവിലെ നമുക്ക് റീമേക്ക് ചെയ്യാം, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. പിന്നെ ഇപ്പം അവർക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പം പിന്നെ അങ്ങ് റെഡിയാക്കിയേക്കാം. എന്തോ തന്നെ വെച്ചേക്കുന്നു. എനിക്ക് ചോറ് മതി, ചോറും ചക്കയും മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. വന്നപ്പോൾ തൊട്ട് പാട്ട് കേൾക്കുന്നു, എവിടാന്നറിയത്തില്ല. നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം കേൾക്കുന്നു. ഇപ്പം ഏതാ കേൾക്കുന്നതെന്നറിയാമോ? ആകാശഗംഗ. പാടാൻ അറിയത്തില്ല, അങ്ങനെ ഒരു പാട്ടില്ല ആ പാട്ട്. അയ്യോ, 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് വരുന്ന വാർത്തകൾ മൊത്തം കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അല്ലേ? ചോരമയമാണ്. കുഞ്ഞിനെ കൊല്ലുന്നു. കുഞ്ഞിനെ കൊന്ന കാര്യത്തിൽ ഞാൻ ആ അമ്മ, കുഞ്ഞമ്മയെന്ന് പറയാൻ മനസാക്ഷിയുള്ളവർക്ക് പറ്റില്ല, എന്നാലും ഞാൻ പറയുവാണേ. വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമായിട്ട്, അത് എല്ലാവർക്കും അങ്ങനെ തോന്നിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. എനിക്ക് തോന്നി 28 കേട്ടോ അങ്ങനെയുള്ള ചടങ്ങ് ഏതാണ്ട് നടത്തിയപ്പോൾ ഉള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ആ ഫോട്ടോയിൽ ആ അമ്മയ്ക്ക് ഒരു ഇച്ചിരി പ്രസന്നതയുണ്ട്, ഒരു ഇച്ചിരി മുഖത്തൊക്കെ ഒരു ഓജസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ സമയത്ത്, ഇപ്പോൾ കുഞ്ഞിന് 1 വയസ്സായെന്നല്ലേ പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞിനെ അപകടപ്പെടുത്തിയതിന് ശേഷം അവരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോസിലൊക്കെ അവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നി അവർ ആണ്ടോടാണ്ട് പട്ടിണി കിടന്ന ഒരു കോലമായിപ്പോയി. ആ ഒരു താരതമ്യം വെച്ച് ഞാൻ പറയുവാണ്, ആ ഒരേ ഒരു വ്യക്തിയുടെ 2 ഭാവങ്ങൾ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് ഡിപ്രഷൻ ആയിരുന്നിരിക്കുക. അപ്പം മെൻ്റലി ഒരു ഡിപ്രസ്ഡ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല. അപ്പം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അത് കണ്ട സമയം മുതൽ എനിക്ക് തോന്നിയ കാര്യമാണ്, അവർ ശരിക്കും എന്തോ അവർക്കൊരു പ്രശ്നമുണ്ട്, മാനസികമായിട്ടോ എന്തോ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു ഓക്കെ അല്ല, അല്ലേ? എനിക്കങ്ങനെ തോന്നി. അപ്പം അതുകൊണ്ടായിരിക്കും അവരത് കടുങ്കൈ ചെയ്തതെന്നാണ് എൻ്റെ തോന്നൽ. അതിനെ ന്യായീകരിക്കുകയൊന്നുമല്ല കേട്ടോ. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതൊന്നും ഒരിക്കലും ഒരു ന്യായീകരണമൊന്നുമല്ല. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും കുടുംബത്തിൽ അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അല്ലെന്നുണ്ട് അവർ ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, അവർ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ച സ്ത്രീയാണ്. അപ്പം അത് ഓക്കെ ആണെങ്കിൽ, അവർ മെൻ്റലി അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന ആ ഒരു ഇതിലെനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതൊന്നും ഒരു ആത്മഹത്യയോ കൊലപാതകമോ ഒന്നിനെ ന്യായീകരിക്കുന്ന വസ്തുതകളൊന്നും അല്ല. നമ്മൾ എല്ലാ ഭാഗവും പറയണമല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ഇടണം കേട്ടോ. ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർക്കെല്ലാം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റിയൊക്കെ നല്ല അറിവാണ്. എൻ്റെ കാലഘട്ടത്തിലൊന്നും അതിനെപ്പറ്റിയൊന്നും ആരും പറഞ്ഞു തരാനില്ല. ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ ഉടനെ വായി വരുന്ന ചീത്ത മൊത്തം നമ്മൾ കേൾക്കണം. അങ്ങനെയായിരുന്നു. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മൾ ഡിപ്രസ്ഡ് ആണ്, നമ്മൾ ടെൻഷനിലാണ്, നമ്മുടെ ഫീലിങ്സ് ഉണ്ട്, ഇതൊന്നും പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കാൻ അന്നത്തെ കാലത്തൊന്നും ആരും തയ്യാറല്ല. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെന്നെങ്ങാനും പറഞ്ഞു പോയെങ്കിൽ ദൈവമേ, പിന്നെ ലോകത്ത് ആദ്യത്തെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചുകൂടെ ഇരുത്തിക്കളയും. ഞാൻ കരയുവായിരുന്നു. ഇടയ്ക്ക് കൊച്ചോളും ചിറ്റി ഒന്ന് വിളിച്ചു, അങ്ങനെ സംസാരിച്ചിരുന്നു. ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച്, ഞങ്ങളിങ്ങനെ എന്തോ കാര്യം, അവളെന്തോ മെഡിസിൻ്റെ കാര്യമാണെന്ന് ചോദിക്കാൻ എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവിടുത്തെ അമ്മയുണ്ട്, അതായത് അവളുടെ ഭർത്താവിൻ്റെ അമ്മ, 3:30-4 മണിയെങ്ങാണ്ടായി. അപ്പോൾ ഇവളെന്നോട് ചോദിച്ചു, നീ ചായയൊക്കെ കുടിച്ചോ? ഞാൻ പറഞ്ഞില്ല, ചായ കുടിച്ചില്ല, കുടിക്കാൻ സമയമാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവിടുത്തെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ചായ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നീ പോയി ചായ ഇടുന്നു പറഞ്ഞു. അപ്പം എന്നോട് നല്ല അമ്മ ചായ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചായയുടെ പേരിൽ
അപ്പം ഞങ്ങളത് പറഞ്ഞ് കുറേ ചിരിച്ചു കേട്ടോ. അന്നേരം അവിടുത്തെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അമ്മ അന്നേരം പറഞ്ഞു, ഓ എനിക്ക് ജയിലിലൊന്നും പോയി കിടക്കാൻ അമ്മ, ചായ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അയ്യോ, അതുകൊണ്ട് ചായയൊക്കെ ചോദിക്കുമ്പം എല്ലാവരും മര്യാദയ്ക്ക് ചായയൊക്കെ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയും കേട്ടല്ലോ. കണ്ണു നീർന്നേ. ആരും പാടുവാ, പ്രോഗ്രാം നടക്കുവോ, അല്ലാതെ പാട്ടിട്ടേക്കും അല്ലായിരുന്നു. വേറൊന്നുമല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനും മോനും കുട്ടനോട് വന്നപ്പോൾ കേട്ടോ. അവിടെ ഒന്ന് ഈ കല്യാണമോ ഏതാണ്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെയാണ് ഈ പ്രോഗ്രാം. കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ഞാൻ കുക്കറിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ വഴറ്റി, അത് ആവി പോയില്ല, ആവി നിറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇനിയിപ്പോൾ ഈ സവാളയൊക്കെ വഴറ്റി മസാലയെല്ലാം ചേർത്ത് അതിനകത്ത് കുക്കറിനകത്തോട്ട് തന്നെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റാം. അപ്പോഴത്തേക്ക് കറി റെഡിയാവും കേട്ടോ. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്ക് നോക്കാം. ചിക്കൻ കറി റെഡി. ഉപ്പ് കുറവായിരുന്നു, ഉപ്പൊക്കെ ചേർത്തു. ഇച്ചിരി ഒന്ന് പറ്റട്ടെ. നമ്മുടെ പത്തിരി അവർക്കുള്ളതെടുത്ത് ചൂടാക്കാം. ബാക്കി നമുക്ക് നാളെ രാവിലെ തേടാം. ഓക്കേ. ഇപ്പോഴത്തേക്ക് കഴിക്കാനുള്ളതേ എടുത്തുള്ളൂ. ബാക്കി ഇത് ഞാൻ പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. വെളിയിൽ വെച്ചാൽ കേടാകുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് കഴിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും, എനിക്ക് ഓർമ്മയില്ല പ്രിയങ്ങള്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ പത്തിരി കുട്ടന്മാരെല്ലാം റെഡി ആയിരിക്കുകയാണ്. അവർക്കുള്ളതായിട്ട് ഞാനൊന്ന് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കും. ബാ കഴിക്കാം, ബാ. കഴിക്കാവുന്ന ബാ മോന് വന്നേ. ചിക്കൻ കറി ഒരെണ്ണം. ഞാൻ ചോറിനാം. ഒരെണ്ണം മതി, ഒരേ ഒരെണ്ണം. കാല് ഞാൻ മാറ്റി വെച്ചു, വറുത്ത് തരാം. കാല് തപ്പൊന്ന് കറിക്കകത്ത്. പത്തിരിയും കോഴിക്കറിയും കഴിക്കാൻ പോവാണ് മോനുകുട്ടൻ. ആ ചേച്ചനും കഴിക്കാൻ പോവാ. രാത്രി പത്തിരി അല്ലയോ കോഴിക്കറി അല്ലയോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ പറയും, ഓ ഉണ്ടാക്കണം. ഞാൻ ചുമ്മാ ഒരു ആഗ്രഹം പറഞ്ഞു. ഞാനൊരു മണി ചോറെടുക്കട്ടെ. ഒരു പത്തിരി എനിക്കിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ചോറ്, നമ്മുടെ പാവൻ ചക്ക, ഒരു പത്തിരി, അത് കഴിക്കാനുള്ള ചിക്കൻ, നമ്മുടെ മീൻകറി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലെടുത്ത് ഇതിനകത്ത് ഒഴിച്ച് കുളവാക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. ഒരു കോമ്പിനേഷനും ഇല്ലാത്ത അത്താഴമാണ് ഇത്. നമുക്ക് ആദ്യം കഴിക്കാം, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമ്മുടെ സാധാരണ അത്താഴത്തിലേക്ക് കടക്കാം. അപ്പോൾ നാളെ കാണാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. ലോകം സമാധാനത്തിലേക്ക് നീങ്ങാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാം കലങ്ങി തെളിഞ്ഞ് ശാന്തമാവട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.